ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതെനിക്ക് ഓൺലൈനായിട്ട് ഓർഡർ കിട്ടിയ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 2.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതിനായിട്ട് ബോഡി പാർട്ടിന് ആവശ്യമായിട്ട് ഇതേപോലെ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും തുണി എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ തുണി ഞാൻ ദേ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതൊന്നുകൂടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടി ആയതുകൊണ്ട് ഇതേപോലെ 4 ഫോൾഡ് ചെയ്താണ് ഇടേണ്ടത്. എനിക്ക് മാർക്കിങ്ങുകൾ ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ തുണി ഞാൻ എനിക്ക് നേരെ ഒന്ന് തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്. ഇത് ഫോൾഡഡ് സൈഡാണ്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് ആദ്യമേ തന്നെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് കറക്റ്റ് 5.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. ബോട്ട് നെക്ക് ആയതുകൊണ്ട് 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ച് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ആം ഹോൾ വരക്കുവാണ്. അപ്പോൾ ഞാൻ 5.5 ഇഞ്ചാണ് കേട്ടോ ആം ഹോൾ വരക്കുന്നത്. കാരണം വണ്ണമില്ലാത്ത കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് തന്നെ ആം ഹോൾ വരച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് കറക്റ്റ് ഷോൾഡറായ 5.5 ഇഞ്ചാണ് ആം ഹോൾ വരച്ചത്. ഇനി നമുക്ക് മുകളിലെ പോയിൻറ്റുമായിട്ട് ഈ ഒരു പോയിൻറ്റ് ജോയിൻ ചെയ്ത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ വണ്ണത്തിൻ്റെ 4/1 കൂടെ ആവശ്യത്തിന് തയ്യൽ തുമ്പോടെ ചേർത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം. എനിക്ക് 32 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. അപ്പോൾ അതിൻ്റെ 4/1 കൂടെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് 10 ഇഞ്ച് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി ഇതേപോലെ വളച്ച് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഈ താഴ്ഭാഗത്തെ വണ്ണമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുത്തെ വണ്ണം വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4/1 എന്ന് പറയുമ്പോൾ 7 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്തിട്ട് 8.5 ഇഞ്ച് ഇതേപോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ പോയിൻറ്റ് മുകളിലത്തെ പോയിൻറ്റ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ താഴ്ഭാഗം ഇതേപോലെ 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സെയിം അളവിൽ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് തുണിയുടെ വണ്ണം എപ്പോഴും ഞാൻ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ വെട്ടുന്നത്. ഫുള്ള് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നെക്കിൻ്റെ ലെങ്തും 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ബോട്ട് നെക്കാണ്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ നെക്ക് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 2 പീസ് തുണി, ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് 2 പീസ് തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മുടെ തുണിയുടെ ഫുൾ വീതിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം എക്സ്ട്രാ വരുവാണെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയാലും മതി. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വീതി വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ വീതി വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ ഒരു തുണിയുടെ ടോട്ടൽ വീതി വരുന്നത് 42 ഇഞ്ചാണ്. അങ്ങനെ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും വേണ്ടിയിട്ട് 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് 28.5 ഇഞ്ചാണ്. ഓക്കെ, 27 ഇഞ്ചാണ് കറക്റ്റ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് 28.5 ഇഞ്ച് ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ട് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത് 26 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ വീതി വരുന്നത് 32 ഇഞ്ചാണ്. എപ്പോഴും ലൈനിങ്ങിൻ്റെ തുണിക്കൊക്കെ വീതി കുറവായിരിക്കുമല്ലോ, പക്ഷെ നമുക്ക് ഇത്രയും വീതി തന്നെ മതിയാവും. അതിനുശേഷം സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് ഇവിടെ ഞാൻ പഫ് സ്ലീവ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ലീവിന് വേണ്ടിയിട്ട് 2 പീസ് തുണി എടുത്തു. എന്നിട്ട് രണ്ടും രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോൾഡഡ് സൈഡാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓപ്പൺ സൈഡാണ്. അപ്പോൾ എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് 5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം പഫ് സ്ലീവ് ആയതുകൊണ്ട് തയ്യൽ തുമ്പ് നമുക്ക് 1.5 ഇഞ്ച് വേണ്ടി വരും. അപ്പോൾ 6.5 ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ് കേട്ടോ. ആദ്യമേ തന്നെ ഇതേപോലെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം.
നമുക്ക് പഫ് സ്ലീവ് ആയതുകൊണ്ട് ചുരുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ പോർഷൻ ഒന്ന് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് കണ്ടോ, ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള മാർക്കിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ 9 ഇഞ്ചാണ് വണ്ണം വേണ്ടത്. അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വേണം ബാക്കിയുള്ള അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ വേണം നമ്മുടെ ബാക്കിയുള്ള മാർക്കിങ്ങുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ നോർമൽ സ്ലീവിൻ്റെ കട്ടിങ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുവാണ്. നോർമൽ സ്ലീവ് ആണെങ്കിൽ ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യാറ്. ഇവിടെ പഫ് സ്ലീവ് ആയതുകൊണ്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് കൈക്കുഴിയും മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്തെ വണ്ണം എനിക്കിപ്പോൾ വേണ്ടത് 7.5 ഇഞ്ചാണ്. അതുകൂടെ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നോർമൽ സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഈ ഒരു ഭാഗം കാണണേ. ഇനി നമുക്ക് ഇതേപോലെ ഈ സ്ലീവ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് സ്ലീവ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തുറന്ന് വെക്കുമ്പോഴത്തേക്കും ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ആദ്യമേ തന്നെ ബോഡി പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ഇതേപോലെ ഞാൻ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ്, ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ വേണം ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിലുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ നെക്കിൽ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഈ നല്ല തുണി ഇതേപോലെ അങ്ങ് തിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. നെക്ക് ഫുള്ള് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഭാഗവും ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ബോഡി പാർട്ടിൻ്റെ 4 സൈഡും ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എക്സ്ട്രാ വന്ന ലൈനിങ് തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ബാക്ക് പീസിലും ഇതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഉള്ളിലുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ഇവിടെയും കണ്ടോ, ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് നമ്മുടെ നേരെ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക. കണ്ടോ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുവാണ്. അതിനുശേഷം നമ്മുടെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇതേപോലെ തുറന്നു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഇതേപോലെ ചേർന്നിരിക്കുന്നതായിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ് ജോയിൻ ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, കണ്ടോ, ഈ ഒരു ജോയിൻ ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നന്നായിട്ട് അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിങ് തുണി കൊണ്ട് ഇതങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. മാത്രമല്ല ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഷോൾഡറും ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ 2 ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി ഇങ്ങനെ നിവർത്തി കൊടുക്കാം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഈ നെക്കിൻ്റെ ഉള്ളിലൂടെ അകത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തതുപോലെ ലൈനിങ് നല്ല തുണിയും തമ്മിൽ വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പഫ് സ്ലീവാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വീതിയിൽ മടക്കണ്ട. ഒരു 1/4 ഇഞ്ച് വീതിയിൽ 2 പ്രാവശ്യം ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്ന രീതിയിലുള്ള പഫ് സ്ലീവ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ നിന്ന് മുകളിലോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മാർക്കിങ്ങിൽ വേണം ഇലാസ്റ്റിക് വെച്ചിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് 2ആയിട്ട് മടക്കി കൊടുക്കുവാണേ, ഇതേപോലെ. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. നമ്മൾ ചുരുക്കിടാനായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതൊന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരളവ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വേണം ഇലാസ്റ്റിക് വരാനായിട്ട്. ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. വേണ്ടവർക്ക് ഇത് ഫുള്ളായിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് അളന്നെടുത്ത് നോക്കുമ്പോഴത്തേക്കും എനിക്കൊരു 14 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 14 ഇഞ്ചിൽ വെക്കാനായിട്ട് 7 ഇഞ്ച് വീതി, അതിൻ്റെ പകുതി 7 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/4 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത ആ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. ആദ്യമേ തന്നെ ഒന്ന് ലോക്ക് ഇട്ടിട്ട് വേണം തുടങ്ങാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു 3 ഇഞ്ച് ഉണ്ടല്ലോ, അവിടെ വരെ ചെറുതായിട്ട് വരച്ച് പിടിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ബാക്കി നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോഴത്തേക്കും ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു പോർഷനിൽ നന്നായിട്ട് ചുരുക്കി കിട്ടും. ആദ്യമേ തന്നെ കണ്ടോ, ഇതേപോലെ ചെറുതായിട്ടൊന്ന് വലിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ചുരുക്ക് കിട്ടും. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ല ചുരുക്ക് കിട്ടും. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ചെയ്താലും മതി. കണ്ടോ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 4 ഇഞ്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു 3 ഇഞ്ചിലോട്ട് ചെറുതായിട്ട് വലിച്ചു പിടിച്ച് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിലും ചുരുക്കിയിട്ടെടുക്കണം. ഇപ്പോൾ താഴ്ഭാഗത്ത് ചുരുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തെ ചുരുക്കിനനുസരിച്ചിട്ട് മുകളിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വേറൊരു മോഡൽ ഫ്രോക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ലൈൻ ഫ്രോക്ക് വന്നിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ 2 ഫ്രോക്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഞാൻ ഇതേപോലെ മുകൾ ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ ഇതും ജോയിൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 സ്ലീവും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് സ്കേർട്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ സ്കേർട്ട് പാർട്ടിനുള്ള തുണിയാണ് കേട്ടോ. അപ്പോൾ ഇത് മുകൾ ഭാഗമാണ് തുണിയുടെ. അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് ഞാൻ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എത്രയാണ് വരുന്നതെന്ന് ഒന്ന് അളന്ന് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് 18 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്കേർട്ട് പാർട്ടിൽ ചുരുക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും 18 ഇഞ്ചിൽ വേണം നിൽക്കാനായിട്ട്. ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. ഇത് നമുക്ക് തയ്യൽ തുമ്പ് പോകുന്ന ആ ഒരു ഭാഗമാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ 2.5 ഇഞ്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന ടൈമിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, എത്ര ലെങ്ത് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യമേ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോലെ ഇതിൻ്റെ അടുത്ത അറ്റത്തും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം 18 ഇഞ്ച് എത്തുന്നുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ 18 ഇഞ്ച് എത്തിയപ്പോഴത്തേക്കും പ്ലീറ്റ്സ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് പ്ലെയിനായിട്ട് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ. എന്നിട്ട് ബാക്കി വന്ന ആ ഒരു പോർഷൻ ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുവാണ്. അടുത്തായിട്ട് ലൈനിങ് തുണിയിൽ പ്ലീറ്റ്സ് ഇടണം. അതിന് മുന്നേ ഈ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്.
അതിനുശേഷം ഈ ലൈനിങ് തുണിയുടെ മുകൾ ഭാഗത്തും ദാ ഇതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല തുണിയുടെ അത്രയും വീതി ഈ ലൈനിങ് തുണിക്കില്ല. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ തുണിയുടെ വീതിക്ക് അനുസരിച്ചിട്ട് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് പോയാലും മതി. അപ്പോൾ ദാ ലൈനിങ് തുണി ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ലൈനിങ്ങിൻ്റെ പുറത്ത് ഞാൻ നല്ല തുണി ചേർത്ത് വെച്ചിരിക്കുവാണേ. കണ്ടോ ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ താഴത്ത് ലൈനിങ് തുണിയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഇതിൻ്റെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ദാ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ഒപ്പം വരത്തക്ക രീതിയിൽ ദാ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. മാത്രമല്ല ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസും ജോയിൻ ചെയ്തെടുക്കാം. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് കെട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കെട്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. നീളം വരുന്നത് 32 ഇഞ്ചാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയേ. എന്നിട്ട് അതാ ഇതേപോലെ ഇതൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ദാ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു അറ്റത്ത് ഇങ്ങനെയൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ തുണി ഇതേപോലെ തിരിച്ചെടുക്കാം. ഓക്കെ, ഇത് ചെയ്തെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുവാണ്. നമുക്ക് 2 കെട്ട് ആവശ്യമാണ് 2 സൈഡിലത്തേക്കും വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല വൃത്തിക്ക് ഇരിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരറ്റം കണ്ടോ ഇതേപോലെ തുണി ഉള്ളിലോട്ടാക്കി കൊടുക്കണം. ഒരറ്റം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാനായിട്ടാണ്. നല്ല വൃത്തിക്ക് ഇതൊന്ന് ഉള്ളിലോട്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ ഇതേപോലെ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഫ്രോക്കിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കെട്ടെടുക്കണം. കെട്ടെടുത്ത് നമ്മുടെ ഈ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഈ കെട്ടുള്ളിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. അവസാനമായിട്ട് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്